തെണ്ടികൾ എന്ന് അഭിസംബോധന ചെയ്യുന്നതോടുകൂടി ആ മോട്ടിവേറ്ററും കേൾവിക്കാരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ആ ഋതമില്ലാത്ത സ്ഥലത്ത് ഇയാൾ ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്? കേൾവിക്കാരെ ഒരുക്കുക എന്നുള്ളതും വേദി ഒരുക്കുക, സദസ്സ് ഒരുക്കുക എന്നുള്ളതും പ്രൊവോക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കേൾവിക്കാരെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ വളരെ അലസരായിരിക്കുന്ന ഒരു സദസ്സിനെ അറ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രൊവോക്കേഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. പക്ഷെ അത് അറ്റൻഷൻ സീക്കിങ്ങിൽ വളരെ പോസിറ്റീവായുള്ള പല കാര്യങ്ങളുണ്ട്. കോമഡി, ഇപ്പം നേരത്തെ പറഞ്ഞ അഭിഷാദൊക്കെ നന്നായിട്ട് തമാശകൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സെന്റിമെന്റ്സ് ആയിരിക്കും. മനുഷ്യന്റെ ഇമോഷൻസിനെ എങ്ങനെ വേണമെങ്കിലും ഉണർത്തിയെടുക്കാം. പക്ഷെ അതിൽ ഈ പറയുന്ന പരസ്പര ബഹുമാനമില്ലാത്ത പ്രയോഗങ്ങൾ മോട്ടിവേറ്റേഴ്സിന് ഗുണം ചെയ്യില്ല എന്നുള്ളത്. ഇതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നിരവധിയായ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന അർത്ഥത്തിൽ തന്നെ പേരെടുത്ത് വിളിക്കപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഇവരൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പലതും സ്വീകരിക്കാം, അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യാം. പക്ഷേ അതിനൊരു അതിർവരമ്പ് വേണമോ? അതായത് സംസാരത്തിൻ്റെ രീതിയിൽ അതിർവരമ്പ് വേണമോ? അല്ലെങ്കിൽ അവർ ആളുകൾക്ക് കൊടുക്കുന്ന കണ്ടന്റിൽ അവർ തന്നെ സ്വയം ഒരു എന്താ പറയുക, നമ്മുടെ അതിൽ ചിന്തിച്ച് എന്ത് ഞാൻ പറയണം, ഇതിലൊരു സെൻസറിങ് സാധ്യമാണോ എന്നുള്ളത് ചോദ്യമുണ്ട്. പക്ഷെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം എന്നെ കേൾക്കാമെന്നവരോട് പറയുന്നു. അവർ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ. ഈ അനിൽ ബാലചന്ദ്രനൊക്കെ പറയുന്നതാണ്. ഞാൻ പറയുന്നു, എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്, എന്നെ 4 ലക്ഷം രൂപ തരുന്നു എൻ്റെ പെട്ടിയിലായിട്ടുണ്ട്. അതെ, അപ്പോൾ എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്, ഞാൻ എന്തും പറയും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എത്ര നാൾ ഇത് കേട്ടിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെൻസറിങ് അവനവൻ കൊണ്ടുവന്നില്ലെങ്കിൽ നാട്ടുകാർ സെൻസർ ചെയ്യും. കാരണം ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു എലമെന്റ് അവിടെ വർക്ക് ചെയ്യണം. കേൾവിക്കാരനും പറയുന്ന ആളും തമ്മിലുള്ള, നേരത്തെ ദീപക് പറഞ്ഞ ആ ഋതമുണ്ടല്ലോ, ആ ഒരു താളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നിലനിൽക്കില്ല. സോഷ്യൽ മീഡിയ ഈ സമാന്തര ലോകത്ത് മാത്രം കിട്ടുന്ന നേരത്തെ ലൈക്കും ഷെയറും മാത്രമല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന പൊതുസമൂഹത്തിനകത്തുള്ള ഒരു സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഭാഷ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യത നഷ്ടപ്പെടാനിടയാവും. അതായത് വെർച്വൽ ലോകത്ത് മാത്രമല്ല, സമാന്തര ലോകത്ത് അഭിരമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം. അതെ, സമാന്തര ലോകമല്ലല്ലോ, പൊതുസമൂഹം മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ്. അവര് വേറൊരു തരം ഒരു വൈബ്രേഷൻ ഉള്ള ആളുകളാണ്. അവരുടെ ആ വൈബ്രേഷനെ, അവരുടെ പേഴ്സണാലിറ്റിയെ, അവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കോഴിക്കോട്ട് അനിൽ ബാലചന്ദ്രനെ ഇറക്കി വിട്ടതുപോലെ മറ്റിടങ്ങളിലും സംഭവിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് 2 അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവാറുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോഴിക്കോട്ടുകാർ, ബിസിനസ്സുകാർ തെണ്ടിയെന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ഇറങ്ങി തിരിച്ച ആ ഒരു സമയം, നമ്മളത് ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് നൽകിയ ആ സമയം മുതൽ ഈ സമയം വരെ ഒരു അനുകൂലമായ ഒരു നിലപാട് അനിൽ ബാലചന്ദ്രൻ ചെയ്തതാണ് ശരിയെന്ന് ഇതുവരെ ആരും പറയുന്നുണ്ട്. ഈ അനിൽ ബാലചന്ദ്രൻ പോലും ഒരു പോസ്റ്റ് തിരുത്തിയിട്ടു എന്ന് പറയാൻ, നമ്മൾ തെണ്ടികളല്ല, നമ്മളെ തെണ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു തിരുത്താണ്. ഞാൻ നിങ്ങളെ തെണ്ടി എന്ന് വിളിച്ചതല്ല, നിങ്ങൾ തെണ്ടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. സ്വയം വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അനിൽ ബാലചന്ദ്രനെ തിരുത്തിക്കാൻ ഇവിടുത്തെ കോഴിക്കോട്ടെ വ്യവസായികൾക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത്തും ഉണ്ട്. നമ്മളിപ്പോൾ ആ വീഡിയോ 3 മില്യൺ ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങൾ അത്രയും കമന്റുകളും ഷെയറുകളായിട്ട് വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനോടുള്ള ഒരു പ്രതികരണം തന്നെയാണ്. അനിൽ ബാലചന്ദ്രൻ ോടുള്ള ഒരു എതിർപ്പാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ രഞ്ജിത്ത് പല വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസറായി കാണുന്ന ഘട്ടം അത് എങ്ങനെയാണെന്ന് രഞ്ജിത്ത് മനസ്സിലാക്കി? അതായത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു സ്വാധീനിക്കാൻ കഴിയുകയോ ചെയ്യുന്നിടത്തല്ലേ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാകുന്നത്? സ്വാധീനം എത്രത്തോളം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഉണ്ടാവും. അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന 1 മണിക്കൂർ നമ്മൾ വളരെ അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു 1-2 ദിവസം നമ്മൾ വളരെ ചിട്ടയായ ജീവിതം, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അതിൽ രാവിലെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു ഒക്കെ മോട്ടിവേറ്റർ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് പഠിക്കാതിരിക്കുന്നു. പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ ഒരു 3, 4, 5 ദിവസത്തെ ആയുസ് മാത്രമുള്ളതാണ്. നമ്മൾ സ്വയം തീരുമാനമെടുക്കുന്ന ഒരു തരത്തിലാണ് മോട്ടിവേഷൻ വർക്കൗട്ട് ആവുന്നത്. ഇവിടെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സേ അല്ല. പണ്ട് കാലത്ത് പറയില്ലേ, യദ്യത് ആചരതി ശ്രേഷ്ഠാന്ന്, ഒരാൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു വസ്തു. മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഞാൻ വേറെ ഞങ്ങൾ പോയി എന്നല്ല പറഞ്ഞത്. ഞാൻ മുന്നിൽ ഇറങ്ങുകയാണ്, ചിലപ്പോൾ തിരിച്ചു വരില്ല, ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ പിന്നിൽ ഇറങ്ങാൻ ധൈര്യമുള്ളവർക്ക്
ഇറങ്ങാന്നാ പറയുന്നത്. അപ്പൊ മുന്നിൽ ഇറങ്ങുന്നവന്റെ പിന്നിൽ ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത് മോട്ടിവേഷനാണ്. റിയൽ മോട്ടിവേറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ നിങ്ങൾ ഇറങ്ങണം എന്ന് പറയുന്നിടത്തല്ലല്ലോ മോട്ടിവേഷൻ. ആ ഒരു ആഹ്വാനം ചെയ്യുന്നിടത്തല്ല. ഇന്നത്തെ ഒരു മോട്ടിവേഷന്റെ സ്റ്റൈലും ഇന്നിപ്പോ അനിൽ ബാലചന്ദ്രൻ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടാവും? ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അനിൽ ബാലചന്ദ്രന്റെ ബിസിനസ് എന്താണ്? അയാൾ ചില ബിസിനസ്സിൽ ഇറങ്ങിയാൽ സക്സസ് ആവണം. പക്ഷേ ഇതായിരിക്കാം ബിസിനസ്. അതെ, ഇത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണ്, അങ്ങനെ പറയാം. പക്ഷെ ഈ ബിസിനസ് മോട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനിൽ അംബാനി വന്നിട്ട് ഒരു കാര്യം പറയും. നമ്മളിപ്പോൾ രത്തൻ ടാറ്റ പറയുന്ന എത്രയോ വാക്കുകൾ, കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹം ഇത്രയും വലിയ ബിസിനസ്സുകാരനായതിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അംബാനി പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ യൂസഫ് അലി പറയുമ്പോൾ ഒക്കെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയവരാണ്. അതല്ലാതെ കുറേ ടെക്സ്റ്റുകൾ പഠിച്ച് പ്രസംഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതങ്ങൾ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് എന്നാണ്. നമ്മളൊക്കെ ഒരു ഫീലിങ്ങിനെ തൊടാൻ പറ്റണം. അത് യഥാർത്ഥത്തിൽ ആചരിച്ച് കാണിക്കുന്നവർക്ക് പിന്നാലെ പോവുക എന്നുള്ളതാണ്. അത് പ്രസംഗിക്കുന്നവർക്ക് പിന്നാലെ പോവുക എന്നുള്ളത് അത് ശരിയായ മോട്ടിവേഷൻ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അനിൽ ബാലചന്ദ്രന്മാർ സ്വാഭാവികമായിട്ടും ഇനിയും പിറകുള്ളൂ എന്നൊരു തർക്കമില്ല. അങ്ങനെ അവസരം, വേദിയാണ്, അതെ, ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ആർക്കും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെൻസറിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും സാധ്യമല്ല. അവർ പറയുന്നത് കേൾക്കാം, കേൾക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെ എടുക്കാം, വേണ്ടാത്തത് തള്ളിക്കളയാം, പ്രചോദിതമാകണമെന്ന് സ്വയം തീരുമാനിക്കാം. പിന്നെ ഇവരുടെ കഥകൾ, ഇപ്പോൾ അനിൽ അംബാനിയുടെ ഒരു കഥ ഞാൻ വേദിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രസന്റ് ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടാം, പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നിലൂടെയല്ല, അനിൽ അംബാനിയിലൂടെയാണ്. ഞാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നു. ഗാന്ധിയെ ഞാൻ അവതരിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഗാന്ധിയിലാണ്, എന്നിലല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതിനെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നോ മോട്ടിവേറ്റേഴ്സ് എന്നോ വിളിക്കണമെന്നില്ല. അവർ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ പ്രീച്ചേഴ്സാണ്, പ്രസംഗിക്കുന്നവരാണ്. അപ്പം അവരുടെ പ്രസംഗ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അവരുടെ അവതരണ രീതി ഇഷ്ടപ്പെടാം. അവരെ പക്ഷേ മോട്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ ഏതെങ്കിലും ഒരു ഗോളിലേക്ക് നമ്മളെ നയിക്കുന്നത് ശരിക്കും ഗാന്ധിയോ അംബാനിയോ ഒക്കെയാണ്. അത് ആ കഥകൾ അവതരിപ്പിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ മോട്ടിവേറ്റേഴ്സ്. അവതരണത്തിലുള്ള കണ്ടന്റാണ്. ആ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അരുണിമ സിൻഹയുടെ കഥ പറയും. അരുണിമ സിൻഹയുടെ കഥ പറയുമ്പോൾ എൻ്റെ കഥ കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന അവതരണ ശൈലിയിലൂടെ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കാം. പക്ഷെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഫാക്ടർ എന്താണ്? അത് അരുണിമ സിൻഹ എന്ന് പറയുന്ന ജീവിതമാണ്. അപ്പോൾ ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്.